ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ സ്നാക്സ് ആണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മൾ മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ചെറുതായിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. അതാണിപ്പോൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 5 ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്നാക്സിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വെളുത്തുള്ളി നമ്മൾ ചേർത്തേക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി. അപ്പോൾ ഈ കറിവേപ്പിലയുടെയൊക്കെ നല്ല മണമൊക്കെ ഉണ്ടാകും. നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസായിട്ട് നമ്മൾ ചേർക്കുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കശ്മീരി മുളകാണ്, നല്ല കളർ ഉണ്ടാവും, പക്ഷേ എരിവ് കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരിലാണ് 1 ടീസ്പൂൺ അളവിൽ ചേർത്തത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ്. അതും ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഈ മല്ലിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്താലും മതിയാവും. 1 ടീസ്പൂൺ ചേർക്കരുത്, 1/2 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ആണ്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. അപ്പോൾ ഈ സോയാ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മൈദാമാവാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് കട്ടിയായിട്ടോ ഒരുപാട് ലൂസായിട്ടോ പോകരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ നമ്മുടെ ബാറ്ററി നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം ഇതിരിക്കാനായിട്ട്. ഇത്രയും തിക്കായിട്ട് മാത്രമേ പാടുള്ളൂ. ഒരുപാട് കട്ടിയാകാനും പാടില്ല, ഒരുപാട് ലൂസായിട്ട് പോകാനും പാടില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് പിന്നീട് മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം അല്ലാന്നുണ്ടെങ്കിൽ അകം വെന്തിട്ട് കിട്ടില്ല. അതിൻ്റെ പേരിൽ മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ചിട്ട് വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് നമ്മൾ ഇടുന്ന ടൈമിൽ നന്നായിട്ട് ഓയിൽ ചൂടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല കട്ടി തേങ്ങാ ചമ്മന്തിയാണ്. വെള്ള തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ അതിനുള്ളിലേക്ക് നന്നായിട്ട് വെന്തിട്ട് കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ്. ഇതിപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. വളരെ ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ സ്നാക്സാണിത്. നമ്മുടെ വീട്ടിൽ കുറച്ച് വെജിറ്റബിൾസ് മാത്രം മതിയാവും ഇത് തയ്യാറാക്കാനായിട്ട്. സിമ്പിളായിട്ട് ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിപ്പോൾ എണ്ണയിലേക്ക് ഇട്ടത് കുറച്ച് കൈവച്ച് എടുത്തെടുത്താണ് ഇട്ടത്. അതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോളിൻ്റെ ഷേപ്പ് പോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം അതിലേക്ക് ഇടാം. അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതിയാവും.
ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട് താല്പര്യമെങ്കിൽ കയ്യിലൊരല്പം വെള്ളം തൊട്ടതിന് ശേഷം മാത്രമേ ചെറിയ ചെറിയ ബോൾസ് തയ്യാറാക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടിട്ട് നമുക്കത് ചെറുതായിട്ട് അങ്ങനെ ഇട്ടാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ വെജിറ്റബിൾ സ്നാക്സ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.